ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിക്കുന്നത് പാതുവാലെ വിഷ്ണുവിനെ കുറിച്ചാണ്. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1991 ഹെൽമി ജനിച്ചു. ജ്ഞാനസ്ഥാന പേര് ഫെർഡിനൻഡ് എന്നായിരുന്നു. രാജകൊട്ടാരത്തിൽ ജോയിൻ ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് കൊണ്ടുവന്നത്. 15-ാമത്തെ വയസ്സിൽ പുത്രൻ അഗസ്തീനെ സന്യാസികളുടെ ഏതാനും കാലം താമസിച്ചു പഠിച്ചു. 17-ാമത്തെ വയസ്സിൽ കോയിബ്രയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തി. അവിടെ താമസിക്കുമ്പോൾ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയിരുന്ന 5 ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അവർ ആഫ്രിക്കയിൽ പോയി സുവിശേഷം പ്രസംഗിക്കുകയും ഉടനെ പതുക്കെപ്പെടുകയും ചെയ്തു. ഈ സംഭവം ധീരയായ സന്യാസികളെ അനുകരിക്കാൻ വിശുദ്ധന് ഉത്തേജനം നൽകി. 25-ാമത്തെ വയസ്സിൽ ആന്റണി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി. ഊറിൽ വെച്ച് നടന്ന പുരോഹിതാഭിഷേക ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തിന് പ്രസംഗ ചാതുര്യം പ്രകടമായത്. പ്രസ്തുത ആകസ്മിക പ്രസംഗത്തിന്റെ മഹാത്മ്യത്തെ പറ്റി ഗ്രഹിക്കാനിടയായ ഫ്രാൻസിസ് അസിസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാനായി അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഒരു ദിവസം ശ്രോതാക്കളാരും കാണാതെയായപ്പോൾ ഫാദർ ആന്റണി പഴമയ്ക്ക് തിരിഞ്ഞ് പ്രസംഗിച്ചു. ജലപ്രളയത്തിൽ സമസ്ത ജീവജാലങ്ങളെ നശിപ്പിച്ചതും മത്സ്യങ്ങളെ സംരക്ഷിച്ചതും ചില മത്സ്യങ്ങൾ വീതൻസ് നിറവേറ്റാൻ പങ്കുവഹിച്ചിട്ടുള്ളതെല്ലാം അദ്ദേഹം പ്രസംഗത്തിൽ അനുസ്മരിച്ചു. ഫാദർ ആന്റണി ഫ്രാൻസിൽ അയക്കുമ്പോൾ ജോൺ വില്ല എന്നൊരു യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുവോസ്തി വെറും അപകർഷണമാണ്, ദൈവമല്ല. തുടർന്ന് അദ്ദേഹം ആന്റണിയെ വെല്ലുവിളിച്ചു, ഞാൻ എന്റെ കഴുതയെ ചന്തസ്ഥലത്ത് കെട്ടിയിടാം, 3 ദിവസം അതിന് തീറ്റ കൊടുക്കുകയില്ല, അനന്തരം അതിനു കുറെ ഓട്സ് വെച്ച് നീട്ടാം. താങ്കൾ തിരുവോസ്തി കാണിച്ചു കൊള്ളുക. കഴുത ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഫാദർ ആന്റണി ഈ വെല്ലുവിളി സ്വീകരിച്ചു. തിരുവോസ്തി പ്രദക്ഷിണമായി കൊണ്ടുവന്നു. യഹൂദൻ ഓട്സ് വെച്ചു നീട്ടി. കഴുത ഓട്സിലേക്ക് നോക്കാതെ തല താഴ്ത്തി പിടിച്ച് തിരുവോസ്തിയെ വണങ്ങി. ഒരിക്കൽ ആന്റണി വീട്ടിലായിരിക്കുമ്പോൾ കുടുംബനാഥൻ താക്കോൽ ദ്വാരത്തിലൂടെ ആന്റണിയെ നോക്കി. ദൈവമാതാവ് ഉണ്ണീഷോയെ ഫാദർ ആന്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വിശുദ്ധ ആന്റണിയുടെ ചിത്രം ഉണ്ണീഷോയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കുന്നത്. പിറ്റേ വർഷം അദ്ദേഹത്തിന്റെ നാമകരണം റോമിൽ നടത്തിയപ്പോൾ ലിസ്ബണിലെ മണികൾ താനെ മുഴങ്ങി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ ഫാദർ ആന്റണിയുടെ നാവ് അഴുകാതിരിക്കുന്നതായി കണ്ടു. വിശുദ്ധ ബെനവെൻച്ചർ അത് കയ്യിലെടുത്തു പറഞ്ഞു, ഭാഗ്യപ്പെട്ടവനെ, നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി. 14-ാം പിയൂസ് പാപ്പ അദ്ദേഹത്തെ ദൈവപാരംഗതൻ എന്ന് പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധന്റെ കാൽപ്പാടുകൾ പിൻചൊല്ലുവാൻ സർവേശ്വരനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.